അവളോട് സംസാരിക്കാൻ വേണ്ടി ഡോറാബുജന്റെ ആക്ഷൻസ് ആണ്. എന്നെ നോക്കാൻ പറഞ്ഞേ. പോച്ച കൊടുക്കണം പൂച്ചക്ക്. പോച്ച ഇരുന്ന പൂച്ച എന്തുവാ ബാ വിശക്കുന്നോ? ആ പട്ടി നിനക്ക് ജീവനോടെ രക്ഷപ്പെട്ടോടാ. എന്റെ ഈ സ്ത്രീ ഇവിടെ നിക്കുന്നേ. എന്റെ ഉദ്ദേശം വേറെയാ. ആ ഉദ്ദേശം ഇവിടെ നടക്കത്തില്ല കേട്ടോ. യൂ പന്നി കുടുംബത്തിന് ചീത്തപ്പരപ്പിച്ച് വെക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അതുകൊണ്ട് അവിടെ ആയിട്ട് ഒരു ആമ്പൂച്ച നിപ്പുണ്ട്. കാണുന്നുണ്ടോ? കാണാൻ പറ്റത്തില്ല കേട്ടോ. അവൻ അനങ്ങിയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അവൻ്റെ കളറാണെങ്കിൽ ആ ആളെ നോക്കിക്കൊണ്ട് ഇതാണ്ട് ഇവിടെ ഒരു കറുപ്പുണ്ടോ. ഇവിടെ ഞങ്ങൾ കെട്ടിയേക്കുക. പുല്ല് തിന്നാനൊക്കെ കൊണ്ട് കെട്ടിയതാളെ. ഇപ്പം 2 കാലം നിന്നോട് മേപ്പോട്ട് നോക്കുമായിരുന്നു അവനെ. പാവം കേട്ടോ അത്. എൻ്റെ ജിമ്മനെ പോലല്ല. ജിമ്മനെ ഇപ്പോൾ കാണാനില്ല. ജിമ്മനെ ആരോ കൊന്നെന്നാണ് തോന്നുന്നത്. ജിമ്മ മാത്രമല്ല, ഇവിടെ വേറൊരു ഈ തമ്പുരുവിനെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു ബ്ലാക്കും വൈറ്റുള്ളൊരു നല്ലൊരു പാവം പിടിച്ചൊരു പൂച്ച ഉണ്ടായിരുന്നു. നല്ലൊരു സുന്ദരിയായിരുന്നത്. അതിനെ ആരോ വിഷം വെച്ച് കൊന്നു. അത് ആ മോളത്തെ വീടിൻ്റെ അപ്പുറത്ത് ചത്ത് കടന്നിരുന്നു. അപ്പോൾ വിഷം വെച്ചാണെന്ന് പറഞ്ഞു ആരാണ്ട്, അറിയില്ല. അപ്പം കൺഫേമാണ് തമ്പുരുവിനെ അയച്ചു വിടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. അയച്ചു വിട്ട് കഴിഞ്ഞാൽ ആ പൂച്ച ഇവിടെ വളർന്നിട്ട് തന്നെ അതിനെ കൊന്നു. ഇപ്പോൾ കുഞ്ഞും ചത്തോ? അയ്യോടാ, അതിനൊരു കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അത് ഇവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ തള്ള ചത്ത് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വിശന്ന് നടക്കുന്നുണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ചോറൊക്കെ കൊടുത്തിരുന്നു. എങ്കിലും പിന്നെ അതിനെ കാണാനില്ല. ആരൊക്കെ ഓടിച്ചു വിട്ടതിനെ. അപ്പോൾ അതും അതിനെയും കാണാനില്ല ഇപ്പോൾ ഇവിടെ. അതും ചത്തതായിരിക്കും. വല്ല വണ്ടി കയറി ചത്താണോ, ഞാനും കൊന്നാണോ എന്നറിയില്ല. ആര് കൊന്നു എന്നൊന്നും നമുക്കറിയില്ല. ആര് വിഷം വെച്ചു എന്നും അറിയില്ല. എന്തായാലും തള്ളപ്പൂച്ച ചത്തുപോയി. അതുപോലെ ജിമ്മൻ പൂച്ച ചത്തുപോയി. വെള്ള കളർ ജിമ്മൻ പൂച്ചനെ ആദ്യം എൻ്റെ നേരത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അവനും ചത്തുപോയി. അപ്പം തമ്പുരുവിനെ എന്തായാലും നമ്മൾ അയച്ചു വിടത്തില്ല. കുറേ അയച്ചു വിടത്തില്ല. നമുക്ക് ഒരു സേഫ്റ്റി ഇല്ല. സത്യം പറയാമല്ലോ, ഒരു സേഫ്റ്റി ഇല്ല. നമ്മൾ പോകുന്നിടത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും മൃഗങ്ങളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ട് മയിൽ തൂക്കും അവരുടെ വീട്ടിൽ. അതുകൊണ്ട് അവിടെ ഒരു വീടുണ്ട്. കണ്ട അടുത്ത് ആരും ഇറങ്ങി പറന്നിറങ്ങി വീണാണ്. പറഞ്ഞില്ലേ ഇയാളാ? ഷൂ ആ മയിൽ ഇവിടെ എല്ലാം അങ്ങ് നടക്കുക. ആ പൂച്ചക്കുഞ്ഞ് എന്തെന്ന് കണ്ടില്ല. ഇവിടുത്തെ പൂച്ചക്കുഞ്ഞും കൂട്ടിരിക്കുന്നു. മാക്കാനെങ്ങനെ അയ്യോ ഞാൻ അയച്ചേക്ക്. പുല്ലും പോച്ചയൊക്കെ തിന്ന് കഴിഞ്ഞാണ്. മാക്കുവിന് നമ്മൾ രാത്രിയൊന്നും അധികം രാത്രിയൊന്നുമല്ല, ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്കിന് നമ്മളങ്ങ് റൂമിൽ മുഴുവൻ അയച്ചു വിട്ടേക്കും. ഈ 1-2 എല്ലാം കൂടെ 4 റൂംസ്. ഈ 4 റൂംസിനകത്തങ്ങ് അയച്ചു വിട്ടേക്കും, അടുക്കള ഉൾപ്പെടെ. ഇയാൾ അയച്ചു വിടുന്ന സമയത്ത് എല്ലാ സമയത്ത് മാത്രം വട്ടിളകി കളിക്കും. അല്ലാത്ത ദിവസം അയച്ചു വിട്ടാലും വിട്ടില്ലേലും ഇയാൾക്ക് ഒരു കുഴപ്പമില്ല. ഇയാൾ അയച്ചു വിട്ടിട്ട് ഇയാൾ എന്ത് ചെയ്യും? നമ്മൾ കഴുത്തിൽ അതിൽ ഊരി അങ്ങ് വിടും. വീട്ടിട്ട് ഇയാൾ കട്ടിലേ പോയി കിടന്നങ്ങ് ഉറങ്ങും. അതാണ് പരിപാടി. ഇയാൾക്ക് കളിക്കുകയൊന്നും വേണ്ട. എല്ലപ്പോഴും ഒന്ന് കളിച്ചാല എത്രയേ ഉള്ളൂ. ഇന്ന് ആ വീടിൻ്റെ മണ്ടയ്ക്കാണ് മയിലിൻ്റെ താമസം. അതെന്തോടെ അവിടെ എന്തോ പന്നിയാണോ? മണം പിടിച്ചെന്തോ എടുത്തിട്ടുണ്ട്. എന്തോന്ന് പന്നി പന്നി പോന്നു. പന്നി അമ്മേ കണ്ടു അമ്മേ, വലിയ പന്നി. എന്തുവാ എക്സസൈസ് ചെയ്യുന്നത്? എന്താണ് പൂച്ച നിനക്ക്? പച്ചനാണ്. വാ ഇങ്ങ് കയറി വാ. മതി, കുറേ നേരമായില്ലയോ? അമ്മച്ചി മോള് ഇങ്ങ് വാ. വന്നാട്ടെ 2 പേരും ഇങ്ങ് വാ. കുട്ടാപ്പിയൊക്കെ വാ. കിട്ടും അത്. മുറുമുറുപ്പ് കൊച്ചിനെ കാണിപ്പോ.
കിട്ടും ഇത്. പുഷപ്പ്, കള്ള പുഷപ്പ്. എന്താ ഓ ഈ തമ്പുരി പൂച്ചയ്ക്ക് എന്തോ കള്ളപ്പൂച്ചയും കള്ളപ്പട്ടിയും എല്ലാവരും കള്ളന്മാരാണേ. കള്ളപ്പൂച്ച, നിന്റെ മീശ നീ എന്തോ 2 കാലം നിൽക്കുന്നുണ്ടോ ഇപ്പോൾ? എടി പൂച്ചകൾ പോകുമ്പോൾ വിളിച്ചു വരുത്തിയാലുണ്ടല്ലോ കേട്ടോ. കുടുംബത്തിന് ചീത്തപ്പരപ്പിച്ച് വെക്കരുത്, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ആരാ അമ്മ കാണാൻ പറ്റുമോ? അയ്യോ ക്ലിയർ അല്ല കേട്ടോ ഇവിടെ നോക്കുമ്പോ. ക്ലിയർ അല്ല. ഗേറ്റിൽ കയറി അവിടുത്തെ കൊട്ടാപ്പി കട്ടൻ കാപ്പി. വേറൊരാൾ വരുന്നുണ്ട്. എന്റെ ദൈവമേ എടാ പട്ടി നിനക്ക് ജീവനോടെ രക്ഷപ്പെട്ടോടാ. അയ്യോ ദൈവമേ, എന്റെ ഈ സ്ത്രീ ഇവിടെ നിക്കുന്നേ. ചെറുക്കാ വീട്ടിൽ പോടാ. അയ്യോ അത് പെൺപട്ടിയാണോ ആൺപട്ടിയാണോ? അയ്യോ മോളെ വീട്ടിൽ പോടി, നീ അങ്ങ് പൊക്കോ. അതെ ജീവൻ വേണേ പൊക്കോ. അയ്യോ ഇത്രയായിട്ട് അറിഞ്ഞില്ല മേശാട്ടി. അയ്യോ അങ്ങോട്ട് പോയി. അയ്യോ അറിഞ്ഞില്ല, കഷ്ടം പാവം. അപ്പുറത്തെ അമ്മ തമ്പുരുവിനെ വിളിക്കുന്ന മിട്ടുപൂച്ചെന്നാണ്. കൊടുക്കും പക്ഷെ തിന്നത്തില്ല, അത്രേ ഉള്ളൂ. വാരി കൊടുത്താലും തുപ്പിക്കളയും. കൊച്ചിലെ ചപ്പാത്തി എങ്ങാണ്ട് വായിൽ വെച്ച് കൊടുക്കുമായിരുന്നു. അത് വലിയ കാര്യത്തോട് തിന്നും, കുറെ കഴിയുമ്പോ അങ്ങ് തുപ്പിക്കളയും. ഈ മധുരമില്ലാത്ത ബിസ്ക്കറ്റ് ഉണ്ട്, അത് ഡോറാബൂജിക്ക് ഇച്ചിരി കൊടുത്തപ്പോൾ എന്നെ നോക്കി ഇങ്ങനെ കരഞ്ഞ്. ഞാൻ ഇച്ചിരി കൊടുത്തപ്പോഴത്തേന് വായിൽ അങ്ങ് വെള്ളം വരുവാ. അങ്ങ് വായിൽ വെച്ച് കൊടുത്ത് 2 ചവ തുപ്പിക്കളഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു ബിസ്ക്കറ്റ് വേസ്റ്റ് ആയി കളഞ്ഞവളത്. ഇഷ്ടപ്പൂച്ച. എല്ലാ പൂച്ചയും വളർത്തുന്ന പൂച്ചക്കും പോച്ച കൊടുക്കണം. പൂച്ചക്ക് പോച്ച ഇടുന്ന പൂച്ചയാ. റോക്കിയൊക്കെ ഉണ്ട് അമ്മ കൊണ്ട് പോച്ച തിരിക്കുന്നതാണ്. ഇവിടുന്ന് ഛർദിക്കും. എന്തറിയോ, നമുക്ക് ചൂടയില്ലേ, നമുക്ക് ഈ ബാഗിൽ പിടിച്ചാൽ വെള്ളം വന്നിട്ട് പിത്തം. നമ്മൾ മനുഷ്യർക്ക് പിത്തമെന്ന് പറയും, ഇവർക്ക് ചൂലാന്ന് പറയും. എന്തൊരു വണ്ടി അത്. പിത്തവെള്ളം കുഞ്ഞോളെ ചില വെച്ച് ഉണക്ക് മീനങ്ങനെ കൂട്ടിയാൽ അത് നമുക്കത് ഇതിന് കാര്യമൊന്നുമില്ല. എന്തുവാടേ എന്തുവാ ഇത് കൊണ്ടിട്ട് കുറയ്ക്കുന്നത്? അച്ഛനെ കാണുമ്പോൾ അരത്തിക പൂച്ചയുടെ അടുത്ത് വന്ന പൂച്ച പന്ന പൂച്ച. പിന്നെ അപ്പനെ അങ്ങ് ഒത്തിരി പ്രാവശ്യം കടിച്ച് മുറിക്കുന്നൊന്നുമില്ല. പരിപാടിയൊന്നുമില്ല. പൂച്ച ഭയങ്കര ഉണ്ടായി. പൂച്ച അങ്ങ് പിടിച്ചിട്ട് അള്ളി. എന്നിട്ട് മകമൊന്നുമില്ലല്ലോ, അവർക്ക് അങ്ങ് വീട്ടിൽ വെച്ചേക്ക്. ചുന്തറി അവിടെ പോവാ. വേണ്ട ഞാൻ പറഞ്ഞില്ലേ മുമ്പേ കണ്ടെന്ന് പറഞ്ഞ ആ പൂച്ച. അയ്യോടാ ഇത് എന്തുവാ. ബാ വിശക്കുന്നോ? തമ്പരിപ്പൂച്ച നോക്കുന്നുണ്ടോ? കണ്ടോ തമ്പരിപ്പൂച്ച നോക്കുവാ. അയാളെ നോക്കുവാ തമ്പരിപ്പൂച്ച. കണ്ടോ എന്തു മോനെ. പാവമേ മണം പിടിച്ച് വരുന്നുണ്ട്. ചേട്ടാ
ചേട്ടൻ പൂച്ച, ഒരു ചേട്ടൻ പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ ചേട്ടൻ. ഇവൻ്റെ മുഖമൊന്നും അടുത്ത് കാണാൻ പറ്റത്തില്ലല്ലോ. എടാ ചേട്ടൻ ഇങ്ങോട്ട് വന്നേടാ, എങ്ങോട്ട് വേണം ചേട്ടന്, ചേട്ടച്ചാര ഇങ്ങോട്ട് വന്നേടാ, ബാ. അയ്യോ ഓടി ഓടിയുണ്ടോ കണ്ടോ, നമ്മൾ അടുത്ത് ചെന്നപ്പോഴത്തേനും ആൾ ഓടിക്കളഞ്ഞു. അടുപ്പിക്കാൻ പറ്റിയതല്ല, പോയി നിൽക്കുക, വരുന്നില്ലയോ? പെമ്പൂച്ച കണ്ടോണ്ട് നിൽക്കുക. ചേട്ടൻ്റെ ഉദ്ദേശം വേറെയാ. ആ ഉദ്ദേശം ഇവിടെ നടക്കത്തില്ല കേട്ടോ. ചേട്ടാ മസിലൊക്കെ ഉണ്ട് ചെറിയ തോതിൽ. ഞാൻ വിചാരിച്ചാൽ ഒത്തിരി അങ്ങ് അസ്ഥിയായിരിക്കുന്നു, അത്രയൊന്നും ഇല്ല. ഞാൻ വെച്ചാൽ ഒരുപാട് അങ്ങ് ഒട്ടിയതായിരിക്കും. അയ്യോ എന്തൊക്കെ കാണണം ഞാൻ. സ്ത്രീയെ ഞാൻ എന്തൊക്കെ കാണണം അവിടെ? നോക്ക് ഇങ്ങോട്ട് എന്നെ നോക്കാൻ പറഞ്ഞേ. പൂച്ചേ തമ്പാൻ ഇവിടെ. ഭുജൻ മണം പിടിച്ച് കണ്ടുപിടിച്ച് ആരാന്ന്. ഇവിടെ വന്നല്ലോ ആള്. എന്തുവാ, ഇഷ്ടപ്പെട്ടോ? ആലോചിക്കട്ടെ, ഇഷ്ടപ്പെട്ടോ? വാ, ഇഷ്ടപ്പെട്ടെങ്കിൽ വാ ചെറുക്ക. പെണ്ണെ ഇഷ്ടപ്പെട്ടാ? അവിടെ നോട്ട് അവിടെ വന്ന ഇവിടെ വന്നങ്ങ്. വാടാ കുട്ടാപ്പി, നിന്നെ എൻ്റെ കൈ കിട്ടിയ ഞെരിക്കും കേട്ടോ. ഞെരിക്കും ഞാൻ നിന്നെ, എൻ്റെ കൈ കിട്ടിയ. വാടാ ഇങ്ങോട്ട് വരാൻ. അവിടെ നോക്കിയിരുന്നോ ഉണ്ടേ പാവം. ഇവിടുത്തെ എന്തി തമ്പുരാട്ടി നോക്കി നിൽക്കുവോ? തമ്പുരാട്ടി നീ കണ്ടില്ലേ? തമ്പുരാട്ടി ജോലി കഴിഞ്ഞ് വന്നുകൊണ്ട് അവളോട് സംസാരിക്കാൻ വേണ്ടി ഡോറ ബുജൻ്റെ ആക്ഷൻസ് ആണ്. കണ്ട എൻ്റെ ദൈവമേ, രണ്ട് കൈയും കൊടുത്തോ? മതി കഴിഞ്ഞു.